ചേട്ടാ, ഇന്നത്തെ പ്രതിഷേധം എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഇന്നത്തെ പ്രതിഷേധം രാവിലെ 6 മണി തുടങ്ങി വൈകിട്ട് 6 മണി വരെയാണ് പ്രതിഷേധം. നമ്മൾ എടവനക്കാട് പഞ്ചായത്തിൽ മാത്രം. അപ്പോൾ 12 മണിക്ക് കളക്ടർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, തീരദേശ മേഖലയിലെ 3 വാർഡ് മെമ്പർമാർ, സമരസമിതിയിലെ 4 പേര്, അങ്ങനെ മൊത്തം 9 പേര് ചർച്ചയ്ക്ക് പോകുന്നുണ്ട്. ചർച്ച വിജയിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ഇവിടെ സമരം അവസാനിപ്പിക്കും. അതല്ല എങ്കിൽ 6 മണിവരെ ഈ സമരം തുടർന്നുകൊണ്ട് പോകും. മാത്രമല്ല ശക്തമായ തുടർ സമരങ്ങൾ ഉണ്ടാകും. ഇന്നലെ സബ് കളക്ടർ പറഞ്ഞത് ഒരു താൽക്കാലിക പരിഹാരം ഉടൻ കാണാം, ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് ഉടൻ തന്നെ എത്താൻ ശ്രമിക്കാമെന്നാണ്. ഇങ്ങനെ ഒരു താൽക്കാലിക പരിഹാരം കണ്ടാൽ നിങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുമോ? ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് സാധാരണ ഞങ്ങൾക്ക് പരിഹാരം എന്ന് പറഞ്ഞ് വെക്കുന്നത് മണൽ വാട, പിന്നെ ജിയോ ബാഗ്. ഈ ജിയോ ബാഗ് ഒരു കടലിടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ പോകും. രണ്ടാമത്തെ കടൽ ഞങ്ങളുടെ വീട്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ജിയോ ബാഗ് വെച്ചുകൊണ്ടുള്ള പരിഹാരത്തിന് ഈ സമരസമിതി ഇല്ല. താൽക്കാലികമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഇവിടെ 20 വർഷമായിട്ട് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന യാതനത്. ഇവിടെ ആളുകളെ ചുമന്നിട്ട് വരെയാണ് പോകുന്നത്. ഇപ്പോൾ ഒരു 20 വർഷമായിട്ട് മണ്ണ് മാറ്റട്ടെ, വാട വെക്കട്ടെ, ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ അതിന് ശാശ്വത പരിഹാരമില്ല. അതിന്റെ പേരിൽ തന്നെ അവരിവിടെ അണിയിൽ നിന്ന് നടന്ന് സെയ്തുമുമ്മ റോട്ടിൽ കയറിയിട്ട് സമരസമിതിയുടെ വരാതെ നേരെ ചെറായിലേക്ക് വിട്ടുകളഞ്ഞു. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടൊരു മറുപടി ഇല്ല. അതിന്റെ പേരിലാണ് അവർ വിട്ടുകളഞ്ഞത്. കാരണം ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം വെച്ചാൽ ചെല്ലാനമോള ടെട്രപ്പാടാണ്, അല്ലാതെ ഇവിടെ ഒരു ശാശ്വത പരിഹാരമില്ല. അപ്പം അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി തരാൻ അവർക്ക് പറ്റാത്തതിന്റെ പേരിലാണ് അവർ വിട്ടുകളഞ്ഞത്. ഇന്നലെ ഇപ്പോൾ നിങ്ങൾ റോഡ് ഉപരോധിച്ചു, ഇന്നിപ്പോൾ ഹർത്താലിലേക്ക് കടന്നു. ഇനി വരും ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രതിഷേധം എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും ഇതിനേക്കാൾ അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമരസമിതിയാണ് അതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് തീരുമാനിക്കുന്നത്. എന്തായാലും ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള സമരത്തിലേക്ക് നമ്മൾ കടക്കും. കാരണം വെച്ചാൽ ഇതിന്റെ ഒരു വിജയം കണ്ടതിന് ശേഷം മാത്രമേ ഈ സമരം നമ്മൾ അവസാനിപ്പിക്കുകയുള്ളൂ. അത് തീർച്ചയായിട്ടും